വെൽക്കം ബാക്ക് ടു കർണാടക സീരീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത് പൂവിന്റെ സൈഡിൽ നിന്നായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പൂവിന്റെ അടുത്തുനിന്ന് തുടങ്ങാം. ഇത് 100 രൂപയ്ക്ക് 4 സ്ട്രാൻഡ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഒരു മുല്ലപ്പൂ. നമ്മളെവിടേക്കാണെങ്കിലോ, പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവിടുത്തെ മുല്ലപ്പൂവിന് നമ്മളെ നാട്ടിലെ മുല്ലപ്പൂവിന്റെ അത്രയും മണമില്ല എന്ന് എനിക്ക് തോന്നി. ഇനി എന്റെ തോന്നലായിരുന്നോ എന്ന് എനിക്ക് അറിയാൻ വയ്യ, ചിലപ്പോ വേറെ വല്ല വെറൈറ്റിയും ആവാം. പിന്നെ അതൊന്ന് കുറച്ച് കനകാമ്പരം എന്റെ മോക്ക് അവര് കൊടുത്തിട്ടുണ്ടായിരുന്നു ആന്റി. ഞാനും മോളും തലയിലൊക്കെ വെച്ച്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ പൂവ്. ഈ സാരി എനിക്ക് ഘോട്ടീബർ അങ്ങനെ എന്തോ ആണ് പറയുന്നത്, കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അറിഞ്ഞൂടാ. കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകുമ്പോഴേ കിട്ടുന്നതാണ്. ഇത് എന്റെ വല്യമ്മേന്റെ വീട്ടിൽ നിന്ന് പറിച്ച മാങ്ങയാണ് കേട്ടോ. അത് അച്ചാറിടാനായിട്ട് അരിയുന്നതാണ്. ആ സാരി സത്യത്തില് എനിക്ക് എങ്ങനെയാ തരുന്നതെന്ന് വെച്ചാൽ അരിയും തേങ്ങയും ഒക്കെ വെച്ച് അവര് കുങ്കുമൊക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറിയൊരു സിമ്പിൾ ചടങ്ങ് പോലെയാണ് എനിക്ക് തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനിങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ആദ്യമായിട്ടാണ് ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. എന്റെ വേറൊരു വല്യമ്മയാണ് തന്നത്. ഇതാണ് കഴിഞ്ഞ ദിവസം ഞാൻ കാലുവ വാങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മള് മാർക്കറ്റിൽ പോയ വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇത് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് നമ്മളെ കല്ലുമ്മക്കായിന്റെ സിമിലർ ആയിട്ടുള്ള സാധനമാണെന്നാണ്. കല്ലുമ്മക്കായും ഇതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കല്ലുമ്മക്കായ് ടേസ്റ്റ് ആണ്, അതിന്റെ അപ്പുറം ടേസ്റ്റ് ആണ് ഇത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഇത് മേടിക്കാതെ ഒരു തവണ പോലും ഇരിക്കില്ല. ഈവനിങ് ആയപ്പോ വല്യമ്മ മാങ്ങ ഇടാനായിട്ട് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്കൊരു സെറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഈവനിങ്ങിലാണ്. ഇത് പഴുപ്പിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമുക്ക് കൊണ്ടുവരാനായിട്ട്. ഇത് ഇനി നിങ്ങളെ കാണിക്കുന്നത് എന്റെയും ചേച്ചിന്റെയും കുറെ കുഞ്ഞിലത്തെ ഓർമ്മകളാണ്. വല്യമ്മേന്റെ വീട്ടിൽ വരുമ്പോ അവിടെ കളിക്കാനായിട്ട് നമുക്ക് ആരുമില്ല. വല്യമ്മേന്റെ മക്കളെന്ന് പറയുമ്പോഴത്തേക്കും നല്ല മുതിർന്ന ചേട്ടന്മാരാണ്. അപ്പൊ അവര് നമ്മളോട് കളിക്കാൻ വരില്ലല്ലോ. ഈ പിക്ചറും ആ ഒരു ഫ്രെയിമും ആ ഒരു പെൺകുട്ടിന്റെ ഫ്രെയിമില്ലേ, അതും വല്യമ്മ ചെയ്തതാണ് കേട്ടോ. കുറെ വർഷങ്ങൾക്ക് മുന്നേ അവര് വീട് വെക്കുന്നതിനേക്ക് മുമ്പ് ക്വാർട്ടേഴ്സിലായിരുന്നു ആ സമയത്ത്. ഈ കളിപ്പാട്ടങ്ങളും ഷോക്കേസ് പീസൊക്കെ നോക്കി നമ്മൾ ഇങ്ങനെ കൂട്ടിലിട്ട കിളികളെ പോലെ ഇങ്ങനെ ഇരിക്കും. കാര്യം വല്യമ്മേന്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഭയങ്കര പഞ്ച്വാലിറ്റിയും ഫുൾ അച്ചടക്കവും അങ്ങനെയൊക്കെയാണ്. നമ്മൾ അവിടെ ചെല്ലുമ്പോ സത്യമായിട്ടൊരു കൂട്ടിലിട്ട കിളി. അതുപോലെ തന്നെ ഇത് അവരുടെ സിറ്റ് ഔട്ടിൽ കെട്ടിയിട്ടുണ്ട്. ഈ ഒരു സീറ്റിങ് ഇവിടെ അങ്ങനെ ഇരുന്നിട്ട് നമ്മളെ കഥകൾ